ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോ ഡീലക്സ് ആണ് വണ്ടി. BS6 മോഡലുണ്ടോ. അത് നമുക്ക് സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്, വാട്ടർ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ മാറ്റം. അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, അത്യാവശ്യം പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം പുതിയ ടയർ കിടക്കണം. പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഫോർക്ക് ലീക്കായിട്ട് നമ്മളത് ഓയിൽസിൽ മാറ്റാൻ വേണ്ടി അയച്ചതാണ്. ഓയിൽസിൽ മാറ്റാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് ഫോർക്ക് പൈപ്പ് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ കളർ ഷെയ്ഡ് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ഓയിൽസിൽ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ അത് ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ട് നമുക്കത്, അതുകൊണ്ടാണ് ആ ഓയിൽ ലീക്കിൻ്റെ ഒരു പ്രസൻസ് കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അത് 100% നമുക്കത് ക്ലിയർ ആവണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് പൈപ്പ് ഓയിൽസിൽ കൂടി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. തൽക്കാലം നമുക്ക് ഓയിൽസിൽ മാറ്റിയിട്ടാലും മതി. അപ്പോൾ ഞാൻ ഓയിൽസിൽ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് പറയുന്നത്. ഫോർക്ക് പൈപ്പിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഏകദേശം ഒരു 1000-1500 രൂപയാണ് നമുക്ക് ഒരു പൈപ്പിൻ്റെ റേറ്റ് വരാം കേട്ടോ. അപ്പോൾ നിലവിൽ ഓയിൽസിൽ മാറ്റിയിട്ടാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് ലീക്ക് വരും, പക്ഷേ എന്നാൽ പോലും പെട്ടെന്ന് വന്നൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ, 2 കേബിളുകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഓർമ്മ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് കോമ്പി ബ്രേക്കിൻ്റെയാണ്. ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിലേക്ക് നമുക്ക് ഫ്രണ്ട് വീലിലേക്ക് നമുക്കൊരു കേബിൾ കണക്ഷൻ വരുന്നുണ്ട്. ആ കേബിളാണ് ഇപ്പോൾ ഓൾറെഡി പൊട്ടി നിൽക്കുന്നത്. മറ്റേ കേബിളാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണെങ്കിൽ ഓൾറെഡി ഔട്ടർ ആയിട്ടുണ്ട്. ഈ സൈഡിലും പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കേബിളുകൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്ക് അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളതിൻ്റെ ഹാൻഡിൽ ബെയറിംഗ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വരുന്ന ബെയറിംഗ്, അതായത് കോൺസെപ്റ്റ് ഓൾറെഡി നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. അത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാൻഡിലും ഒരു ബലം അനുഭവപ്പെടുന്നത് അതിൻ്റെയാണ്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ കൂട്ടത്തിക്കട അതുകൂടിയും ചെയ്തു പോകണമാണ് നല്ലത്. ഏകദേശം നമുക്കത് അഴിച്ച് ചെയ്ത് വരുമ്പോൾ 800-850 രൂപ നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ ഉണ്ട്, അതായത് ആ പാർട്സിൻ്റെയും സർവീസ് ചാർജ് അടക്കം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ലൂസാക്കിയിട്ടാൽ ചിലപ്പോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെറിയ കെട്ടലൊക്കെ ചാടുമ്പോൾ അടി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ബാക്കിലത്തെ ടൈലറ്റിൻ്റെ ബൾബ് ഒരു പോയിട്ട് പോയി കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.12 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏകദേശം 9.15 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിലവിൽ വേറെ കുഴപ്പമില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് വർക്കുകൾ. ജനറൽ സർവീസിന് പുറമെ നമുക്ക് വന്നത് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽസിൽ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ കോൺസെപ്റ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ കോൺസെപ്റ്റ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്തെങ്കിലും. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.